ഞാനും ചേട്ടനും ആദ്യമായിട്ടാ ഇന്ന് നേരിൽ കണ്ടത്. ഞങ്ങൾ പരസ്പരം കാണാതെ ഇഷ്ടപ്പെട്ടവരാണ്. കല്യാണത്തിന് ഡേറ്റൊക്കെ നേരത്തെ എടുത്തിരുന്നു. ചേട്ടൻ ഗൾഫിലായിരുന്നു. അവിടെ വെച്ചായിരുന്നു എല്ലാം നടന്നത്. ചേട്ടൻ ഗൾഫിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു റൂമിലായിരുന്നു താമസം. അങ്ങനെയാ അവർ തമ്മിൽ പരിചയപ്പെടുന്നത്. ചേട്ടൻ്റെ സ്വഭാവം, പെരുമാറ്റം ഇതൊക്കെ അച്ഛന് നന്നായി ഇഷ്ടപ്പെട്ടു. അതൊക്കെ കണ്ട് അച്ഛൻ ചേട്ടനോട് അങ്ങോട്ട് ചോദിച്ചതായിരുന്നു എന്നെ വിവാഹം കഴിക്കുമോന്ന്. ചേട്ടൻ എന്നെ കാണാതെ തന്നെ സമ്മതവും പറഞ്ഞു. ചേട്ടനും എൻ്റെ അച്ഛനെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. എന്നെ നേരിൽ കണ്ടു കഴിഞ്ഞ് സമ്മതം പറഞ്ഞാൽ മതിയെന്ന് അച്ഛൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരാവശ്യവും ഇല്ലെന്നും അച്ഛൻ്റെ മോൾക്ക് എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും ഞാൻ അവളെ കല്യാണം കഴിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ചേട്ടനെ അച്ഛൻ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമായി. അങ്ങനെ അവിടെ വെച്ച് അച്ഛൻ ചേട്ടന് വാക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പരസ്പരം കാണാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഗൾഫിൽ വെച്ച് കല്യാണത്തിന് ഡേറ്റും എടുത്തായിരുന്നു ചേട്ടൻ എന്നെ കാണാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്ന് നേരിട്ട് കണ്ടു, ഇഷ്ടപ്പെട്ടു. ചേട്ടന് ലീവ് കുറവായതുകൊണ്ട് കല്യാണവും പെട്ടെന്നായിരുന്നു. കല്യാണം കഴിഞ്ഞ് 12ാമത്തെ ദിവസം ചേട്ടൻ ഗൾഫിലേക്ക് തിരിച്ചുപോയി. ആ ദിവസം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ചേട്ടൻ പോകുമ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു. കരഞ്ഞു തളർന്നു എന്ന് വേണം പറയാൻ. ചേട്ടൻ എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്തു, എന്തു വന്നാലും 6 മാസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. പിന്നെ ഒരിക്കലും നിന്നെ തനിച്ചാക്കി എവിടെയും പോകില്ല എന്ന്. അത് കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി. ആ ഒരു ആശ്വാസത്തിൽ ചേട്ടൻ ഗൾഫിലേക്ക് പോയി. ചേട്ടൻ പോയതിനു ശേഷമുള്ള ആ 6 മാസം എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. എവിടെ പോയാലും വീട്ടിൽ ആര് വന്നാലും എല്ലാവരും ചോദിക്കുന്നത് വിശേഷമൊന്നും ആയില്ലേ എന്നാ. അതൊക്കെ കേട്ട് മടുത്തു. കല്യാണം കഴിഞ്ഞ് ഞാനും ചേട്ടനും ശരിക്കും ഒന്ന് ജീവിച്ചിട്ട് പോലുമില്ല. ആളുകൾക്കൊക്കെ എന്തൊരു മനസ്സാണ്, എങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കഴിയുന്നു, അതും എല്ലാ കാര്യങ്ങളും അറിയാവുന്നവർ തന്നെ. ഇതിനിടയിൽ 6 മാസം കടന്നു പോയത് അറിഞ്ഞില്ല. ചേട്ടൻ എനിക്ക് വാക്ക് തന്നതുപോലെ എൻ്റെ അടുത്തേക്ക് വന്നു. നാട്ടിൽ വന്ന് 6 മാസം കഴിഞ്ഞിട്ടും വിശേഷമൊന്നും ആയില്ല. ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ തുടങ്ങി. 2 പേർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങളും സമയമാകുമ്പോൾ ആയിക്കോളും എന്ന് ആശ്വസിച്ചു. എന്നാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കുമായിരുന്നു ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതിൽ കൂടുതൽ വിഷമം. പലരും എന്നെ അക്കാര്യം പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനും ഏതിനും ചേട്ടൻ കൂടെ ഉള്ളത് ഒരാശ്വാസമായിരുന്നു. 2 വർഷമായിട്ടും വിശേഷമാകാത്തത് കണ്ട് എല്ലാവരെയും പോലെ ചേട്ടൻ്റെ അനിയൻ പോലും ഏട്ടത്തി മച്ചിയാണോടാ എന്ന് ചേട്ടനോട് ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അത് കേട്ടപ്പോൾ ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചു എന്ന് അവനറിയില്ലല്ലോ. എല്ലാവരുടെയും കുത്തുവാക്കുകൾക്കൊടുവിൽ അത് സംഭവിച്ചു. കല്യാണം കഴിഞ്ഞ് 2.5 വർഷമായപ്പോൾ എനിക്ക് വിശേഷമുണ്ടായി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഞാനും ചേട്ടനും ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ദിവസം. വിവരം എല്ലാവരെയും അറിയിച്ചു. ഡോക്ടറെ കണ്ടു. ബെഡ് റെസ്റ്റ് ആയിരുന്നു 5 മാസം. പിന്നെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. മാസങ്ങൾ പോയതറിഞ്ഞില്ല. ഞാൻ പ്രസവിച്ചു. ഒരു പൊന്നു മോനായിരുന്നു, ചേട്ടനെ പോലെ. എന്നെ മച്ചി എന്ന് വിളിച്ചവർക്ക് ദൈവം തന്ന മറുപടിയാണിത്. ഞാനും ചേട്ടനും മോനും ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ മകന് 8 വയസ്സുണ്ട്. അവന് കൂട്ടായി ഒരു മോളും. ചേട്ടൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞു. അവർക്ക് ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല. അന്ന് ഞാനും ചേട്ടനും അനുഭവിച്ച അതേ വിഷമത്തിലൂടെയാകും അവരും കടന്നു പോകുന്നത്. എന്റെയും ചേട്ടന്റെയും കല്യാണം കഴിഞ്ഞ് 2 വർഷമായപ്പോഴായിരുന്നു അനിയൻ ഏട്ടത്തി മച്ചിയാണോ, ഏട്ടത്തി പ്രസവിക്കില്ലേ എന്നൊക്കെ അവൻ ചേട്ടന്റെ മുഖത്ത് നോക്കി ചോദിച്ചത്. അന്ന് അവൻ ചോദിച്ച ആ ചോദ്യം അവന് തമാശയായിരുന്നു. പക്ഷേ അത് കേട്ടപ്പോൾ ഞാനും ചേട്ടനും ഒരുപാട് വിഷമിച്ചിരുന്നു. അത് അവനെ ഇപ്പോൾ
മനസ്സിലാകുന്നുണ്ടാകും. ഇപ്പോൾ അവന് ഒരു കുഞ്ഞുണ്ടായി കാണാൻ എല്ലാവരെക്കാളും കൂടുതൽ ഞാനും ചേട്ടനും ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഒരാളുടെയും കുറവുകൾ ചൂണ്ടിക്കാണിച്ച് ആരെയും നമ്മൾ പരിഹസിക്കരുത്. എല്ലാം മാറി മറിയാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം എന്ന് മാത്രം.